ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത്, എളിയവൻ്റെ മുഖം നോക്കാതെയും വലിയവൻ്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം. തിരുവെഴുത്തിലെ അനേക ഭാഗത്ത് ദൈവം തൻ്റെ ജനത്തിന് കൽപ്പന കൊടുക്കുമ്പോൾ പറയുന്നത് വിധവയുടെ ന്യായം മറിച്ചു കളയരുത്, വിധവയ്ക്ക് ന്യായം നടത്തി കൊടുക്കണം, അനാഥന് ന്യായം നടത്തി കൊടുക്കണം, സമ്മാനം വാങ്ങി ന്യായാധിപതികളുടെ കണ്ണുകൾ കുരുടാക്കരുത്, സമ്മാനം വാങ്ങുമ്പോൾ ന്യായം മറിച്ചു കളയുവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് സമ്മാനം വാങ്ങരുത്. ഒരു നീതിമാനായ ജഡ്ജിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നീതിമാനായ ഭരണാധികാരിയാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുവാൻ പാടില്ല എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ പറയാണ് ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത്. എന്നാൽ ഇന്ന് പലയിടത്തും ന്യായവിസ്താരത്തിൽ കൈക്കൂലി വാങ്ങി ന്യായം മറിച്ച് കളയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഭരണസ്ഥിര കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം അന്യായം ചെയ്തുകൊണ്ട് അവർ കൈക്കൂലിയെല്ലാം വാങ്ങി ന്യായം മറിച്ച് കളയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ തിരുവെഴുത്ത് പറയുന്നത് വലിയവൻ്റെ മുഖം ആദരിക്കരുത്, നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം എന്ന് പറയുകയാണ്. വിധവയുടെ അതിര് നീക്കരുത്. കുറേ പ്രമാണങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ദൈവവചനത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങളും ഇന്ത്യയുടെ കൽപ്പനകൾ, ഇന്ത്യ തയ്യാറാക്കി വച്ചിരിക്കുന്ന നിയമങ്ങളും ഇതൊന്നും ഇന്ന് നടപ്പിലാകുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോയാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത് ഒരു വലിയ കൽപ്പനയായിട്ട് നിൽക്കുകയാണ്. എന്നാൽ പലയിടത്തും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീടാണ് തിരിച്ചറിയുന്നത് അയാൾ നിരപരാധിയായിരുന്നു. വർഷങ്ങൾ ചിലപ്പോൾ ജയിലിൽ കിടന്നതിന് ശേഷം അതൊക്കെ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ വരുന്ന ഒരു കുഴപ്പം പിടിച്ച സംഗതികളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഒരു പുതിയ അപ്ഡേറ്റ് വന്നത് നമ്മുടെ യൂട്യൂബിലെല്ലാം കണ്ടത് പുരുഷ കമ്മീഷൻ്റെ കരട് രേഖ പുറത്തിറങ്ങി. കരട് രേഖ എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണമായ രേഖയല്ല, ഏതെങ്കിലും ഒരു സംഗതി അതിൻ്റെ അപൂർണമായ രേഖയുടെ ഒരു ആദ്യ പതിപ്പ് അത് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിന് അംഗീകാരമൊന്നും കിട്ടിയിട്ടില്ല, എന്നാൽ അത് പുറത്തിറക്കുന്നതാണ് കരട് രേഖ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞ് നമ്മളിന്ന് കാണുകയുണ്ടായി. ഇതിനു മുൻപ് നമുക്ക് വനിതാ കമ്മീഷനുണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുവാനും സ്ത്രീകൾക്ക് ന്യായം നടപ്പാക്കി കൊടുക്കുവാനും വനിതാ കമ്മീഷനുണ്ട്, യുവജന കമ്മീഷനുണ്ട്. പലതരത്തിലുള്ള കമ്മീഷനുകൾ നിറയെ നമ്മുടെ നാട്ടിലുണ്ട്. കമ്മീഷനുകൾ ഇല്ലാത്തതിൻ്റെ കുഴപ്പമൊന്നുമല്ല, ഇവിടെ നീതി നടപ്പാകുന്നില്ല എന്നുള്ളത് വളരെ വാസ്തവമായ ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നാം കണ്ടതാണ്, കേരളക്കര മുഴുവൻ കണ്ടതാണ് ആ 2 കുഞ്ഞുങ്ങളുടെ കരച്ചിൽ. അവർക്ക് അച്ഛൻ നഷ്ടപ്പെട്ടു, അമ്മ നഷ്ടപ്പെട്ടു, അമ്മൂമ്മ നഷ്ടപ്പെട്ടു. എത്ര ദയനീയമായ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഒരു കൊടും കുറ്റവാളി ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അവൻ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ, അതിനെ മനസ്സോടെ അറിവോടെ അല്ലെങ്കിൽ കൂടിയും അറിയാതെ ആ ഉദ്യോഗസ്ഥന്മാരെ തെറ്റ് ചെയ്തു എന്ന് എല്ലാ മാധ്യമങ്ങളും വിളിച്ചു പറയുന്നു. കാരണം അവനെ ആ പരിസരത്തേക്ക് അടുപ്പിക്കാൻ പാടില്ലായിരുന്നു. അവിടുന്ന് ജാമ്യ വ്യവസ്ഥയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ അത് നടപ്പാക്കിയില്ല. വെല്ലുവിളിച്ചുകൊണ്ട് അതിൽ നടന്നു. കൊടുവാൾ കൊണ്ട് 2 ജീവനുകൾ വീണ്ടും എടുക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പലയിടത്തും സാധുക്കളായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് നീതി നടപ്പാക്കി കിട്ടുന്നില്ല എന്നുള്ളത് പലയിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കമ്മീഷനുകൾ കൊണ്ടൊക്കെ പലപ്പോഴും ഗുണമുണ്ടാകുന്ന സെലിബ്രിറ്റികൾക്ക് അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾക്കൊക്കെയാണ് പലപ്പോഴും കമ്മീഷനുകൾ കൊണ്ട് ഗുണമുണ്ടാകുന്നത്. സാധാരണ ജനത്തിനൊന്നും ഇതിൻ്റെ ഗുണം സാധാരണഗതിയിൽ കിട്ടാറില്ല. സ്വമേധയെ കേസെടുക്കുവാൻ പോലും അവർക്ക് അധികാരമുണ്ട്, അവകാശങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും പല തെറ്റുകളും കുറ്റങ്ങളും കണ്ടിട്ടും കമ്മീഷൻ സ്വമേധയാ കേസെടുക്കാതെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുമാത്രം കുഞ്ഞുങ്ങൾ നായ കടിച്ചിട്ട് അപകടത്തിൽപ്പെടുന്നു. അത് അങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ചങ്ക് പിടയ്ക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പുറത്തിറക്കി വിടാൻ കഴിയാത്ത നിലയിൽ പട്ടി കടിച്ച് അവരെ കടിച്ച് കീറുന്നു. എന്നാൽ പട്ടിക്ക് സംരക്ഷണമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണമില്ല. എന്തൊരു വ്യവസ്ഥയാണ്, എന്തൊരു അന്യായമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ പുരുഷ കമ്മീഷൻ വരുമ്പോൾ സ്ത്രീകൾ അതിനെ എതിർക്കുന്നുണ്ട്. അവരെന്തിനാ എതിർക്കുന്നത്? പുരുഷ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ലിംഗസമത്വത്തിൻ്റെ ആ ഒരു തത്വം അത് മാറിപ്പോകും. അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെ അധികാര ദുരുപയോഗം നടക്കുവാൻ സാധ്യതയുണ്ടെന്നെല്ലാം പറഞ്ഞ് അവർ അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ കമ്മീഷനുകളുടെ കുറവുള്ളത് കൊണ്ടാണോ നീതി നടപ്പാക്കാതിരിക്കുന്നത്? ഒരിക്കലുമല്ല. ന്യായം നടപ്പാക്കേണ്ടവർ അതിന് അവർ നീതിയോടെ ന്യായത്തോടെ ന്യായം നടപ്പാക്കാതെ അവർ കണ്ണടയ്ക്കുന്നു, സമ്മാനം വാങ്ങി കണ്ണ് കുരുടാക്കുന്നു,
ന്യായം മറിച്ച് കളയുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പാലക്കാട് അതുല്യയും അഖിലയും നമ്മുടെ മനസ്സിൽ തരുന്ന നോവ് ചെറുതൊന്നുമല്ല. അവർക്ക് നഷ്ടപ്പെട്ടു പോയി അവരുടെ അപ്പൻ, അവരുടെ അമ്മ, അവരുടെ അമ്മൂമ്മ, ആ കുടുംബം നഷ്ടപ്പെട്ടു പോയി. എന്തൊരു വേദന ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു ഭയാനകമായ അവസ്ഥ, ഭീതിജനകമായ അവസ്ഥ. ആ ഭയം എന്നാണ് അവരെ വിട്ടു മാറിപ്പോവുക? അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട്. എവിടെയാണ് വനിതാ കമ്മീഷൻ? അവരിപ്പോഴും രംഗത്ത് വന്നിട്ടില്ല. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു സഹായവുമായിട്ട് അവരുടെ കാര്യത്തിന് വേണ്ടി ഇടപെടുവാനായിട്ട് ഇതുവരെയും അവർ രംഗത്ത് വന്നതായിട്ട് കാണുന്നില്ല. ഇവിടെ തിരുവെഴുത്ത് പറയാണ്, ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്തത് എളിയവൻ്റെ മുഖം നോക്കാതെയും വലിയവൻ്റെ മുഖം ആദരിക്കാതെയും. വലിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ അയ്യോ ഇത് ഇന്ന ആളാണല്ലോ എന്ന് വിചാരിച്ച് മുഖത്തെ ആദരിക്കാതെ നീതി നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാലയളവിൽ നാം ജീവിക്കുന്നു. കൊടും കുറ്റവാളികൾ വിലസുന്ന ഒരു കാലയളവ്. അതുകൊണ്ട് നാം ഈ വിഷയത്തിന്മേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള വലിയ ആവശ്യങ്ങളുണ്ട്. ഇവിടെ സത്യത്തിന് ഒരു വില കൽപ്പിക്കാത്ത അനേക ഭരണാധികാരികൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുൻപ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചിറങ്ങി വന്നപ്പോൾ അവൻ സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ വേണ്ടി വന്ന ഒരുവനായിരുന്നു. അവനെ വിസ്തരിച്ച കോടതികൾ ഒന്നും എല്ലാം പറഞ്ഞത് ഇങ്ങനെയാണ്: അവനിൽ കുറ്റമില്ല, അവനൊരു ദോഷവും ചെയ്തിട്ടില്ല. അവനൊരു ദോഷവും ചെയ്തിട്ടില്ല എന്നുള്ളത് ജനത്തിനറിയാം, സമൂഹത്തിനറിയാം, അവിടുത്തെ സമുദായങ്ങൾക്കറിയാം, അവിടുത്തെ യഹൂദന്മാർക്കറിയാം. എന്നാൽ യേശുക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും കൊല്ലണം, അസൂയ കൊണ്ട് അവനെ കൊല്ലണമെന്ന് തീരുമാനിച്ച് റോമൻ ഗവർണറായിരുന്ന പീലാത്തോസിന്റെ അടുക്കൽ അവനെ കൊണ്ടുവരുന്നു. പീലാത്തോസ് അത് ഹെരോദാവിന്റെ അടുക്കലേക്ക് അയക്കുന്നു. ഹെരോദാവും കുറ്റം കണ്ടുപിടിക്കുന്നില്ല. ഹെരോദാവ് തിരിച്ച് പീലാത്തോസിന്റെ അടുക്കൽ അയക്കുന്നു. അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ അതൊന്ന് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ പീലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. ഇന്നത്തെ അനേക ഭരണാധികാരികൾക്കും സത്യം എന്തെന്നറിയാതെയാണ് അവർ ഭരണം നടത്തുന്നത്. അവർക്ക് സത്യത്തെക്കുറിച്ച് വലിയ പരിജ്ഞാനമൊന്നുമില്ല. യേശു കർത്താവിനെ പിടിച്ചുകൊണ്ടുവന്ന മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും എല്ലാം പീലാത്തോസിന്റെ അടുക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അന്നത്തെ റോമൻ ഗവർണർ ഏറ്റവും വലിയ അന്നത്തെ ഭരണാധികാരി, ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ്. ആ പീലാത്തോസ് യേശു കർത്താവിനെ കൊണ്ട് അവൻ്റെ മുൻപിൽ നിർത്തിയപ്പോൾ യേശു കർത്താവ് ഒരു പാപം ചെയ്തിട്ടില്ല. മനുഷ്യന് നന്മയല്ലാതെ ഒരു ദ്രോഹവും അവൻ ചെയ്തിട്ടില്ല. അവനിൽ ഇരുട്ടൊട്ടുമില്ല. അവൻ്റെ വായിൽ വഞ്ചന ഒട്ടുമില്ല. അവൻ ഒരു തരത്തിലും ഒരു പാപം ചെയ്യാത്ത പവിത്രനായ, നിർമ്മലനായ, വിശുദ്ധനായ യേശു പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് അവിടെ നിൽക്കുമ്പോൾ അന്നത്തെ ഭരണാധികാരിയായിരുന്ന റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് പറയാണ്, സത്യം എന്നാൽ എന്ത്? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ പറയാണ് സത്യം എന്നാൽ എന്ത് എന്ന് പറയാണ്. നമുക്ക് അതിൻ്റെ അടുത്ത വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്ത് ചെന്ന് അവനോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അവൻ യേശു ക്രിസ്തുവിനെ വിസ്തരിച്ചതിന് ശേഷം പുറത്തേക്ക് എന്നിട്ട് യഹൂദന്മാരോട് പറയാണ്, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കണ്ടേ? ഒരു കുറ്റവാളിയായിട്ട് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട വ്യക്തിയിൽ അവന് വിസ്തരിച്ചപ്പോൾ ഒരു കുറ്റവും കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. എന്നിട്ട് അവന് ഭയമുണ്ടാകുകയാണ്. ഗവർണറായിരുന്ന പീലാത്തോസിന്, അയ്യോ സത്യം, ഇയാൾ സത്യമാണെന്ന് പറയുന്നു, എന്നാൽ എന്താണ് സത്യം? എനിക്ക് അങ്ങനെ സത്യത്തെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ സത്യവാനായിട്ടുള്ള ആളൊന്നുമല്ല. സത്യം എന്നാൽ എന്ത്? ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തിനെ, അവിടെ ഒരു ടെസ്റ്റ് പറയാണ്, പെസഹയിൽ ഞാൻ ഒരുത്തിനെ നിങ്ങൾക്ക് വിട്ടു തരാറുണ്ടല്ലോ, ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഒരു കുറ്റവാളിയെ റിലീസ് ചെയ്യുന്ന ഒരു സംഭവം ആ സമയത്തുണ്ട് പെസഹ പെരുന്നാളിന്. അങ്ങനെ ആ പതിവ് ഞാൻ യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്കായിട്ട് വിട്ടു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവനെ വേണ്ട, ബറാബാസിനെ മതി എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇന്നും നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. കൊടും കുറ്റവാളികളായിരിക്കുന്ന, കൊടും ക്രിമിനലുകളായിരിക്കുന്ന ആളുകളെയാണ് ജനത്തിന് ആവശ്യമായിരിക്കുന്നത്. സത്യം പറയുന്ന ഭരണാധികാരികളെ അവരെ ഏത് വിധേനയും ഉന്മൂലനാശമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കില്ല. ഇവിടെ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പെസഹായ്ക്ക് നിങ്ങൾക്കൊരാളെ ജയിലിൽ നിന്ന് വിമോചിപ്പിക്കാറുണ്ടല്ലോ, ഞാൻ യേശുവിനെ അങ്ങനെ തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് യേശുവിനൊന്നും വേണ്ട, ഞങ്ങൾക്ക് അന്നത്തെ കവർച്ചക്കാരനായിരുന്ന കൊടും കുറ്റവാളിയായിരുന്ന ബറാബാസ് ഞങ്ങൾക്ക് മതിയെന്ന് അവർ പറയുകയാണ്. 19-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു, ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. അവൻ്റെ അടുക്കൽ ചെന്നു. അവിടെ യേശു കർത്താവിനെ ഒരു വലിയ മരക്കുറ്റിയിലേക്ക് അവൻ്റെ 2 കൈകളും ബന്ധിച്ചതിന് ശേഷം കുനിച്ച് നിർത്തിയിട്ട് അവൻ്റെ പുറത്തേക്ക് റോമൻ പടയാളികളുടെ മുൾക്കൊളുത്തുള്ള ചാട്ടമാർ കൊണ്ട് അടിക്കുകയാണ്. ആ ചാട്ടമാർ ഇങ്ങനെ അടിക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത്, ആ ചാട്ടയുടെ അറ്റത്ത് മുൾക്കൊളുത്തുകളും അസ്ഥി കഷ്ണങ്ങളും എല്ലാം കൊളുത്തി വെച്ചിരിക്കുകയാണ്. അതായത് അടിച്ചിട്ട് ആ ചാട്ട വലിക്കുമ്പോൾ
ആ ആ ഭാഗത്തുള്ള മാംസമെല്ലാം അടർന്നു വരും. ആ മാംസമെല്ലാം അടർന്നു വരുമ്പോൾ ആ കാഴ്ച കാണുമ്പോൾ തന്നെ മനുഷ്യന് അയ്യോ എന്ന് ഒരു നിലവിളി വരും. അങ്ങനെ യെശയ്യാപ്രവാചകൻ പറയാണ്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, ആകൃതി കണ്ടാൽ ഒരു മനുഷ്യനല്ല എന്ന് തോന്നുമാറ് അവനെ അത്രയ്ക്ക് വിരൂപനാക്കി തീർത്തു. അപ്പോൾ ഈ പിലാത്തോസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് കുറേ 40 അടി 39 അടി അടിക്കുകയാണ്. ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് ഓരോ പ്രാവശ്യം യേശുവിനെ അടിക്കുമ്പോൾ യേശു തൻ്റെ മുതുക് അവർക്ക് അടിക്കുവാൻ വേണ്ടി കാണിച്ചു കൊടുക്കുക. ഒരടി അടിച്ചിട്ട് തിരിയുമ്പോൾ ആ മാംസമെല്ലാം അടർന്നു വരുന്നു. അവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, ഉഴവുകാരൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി. അത് ഉഴവുകാർ കലപ്പ കൊണ്ട് ഉഴുതു മറയ്ക്കുന്നത് പോലെ യേശു ക്രിസ്തുവിൻ്റെ ശരീരം ആ സകലം റോമൻ പടയാളികളുടെ മുൾക്കുത്തുള്ള ചാട്ടവാർ കൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ച് കീറി. ആ കീറിയ ശരീരം, ആ മാംസമെല്ലാം അടർന്ന ശരീരം അവനെ കണ്ടാൽ ഒരാളല്ല, ആകൃതി കണ്ടാൽ ഒരു മനുഷ്യനല്ല എന്ന് തോന്നുമാറ് മാംസമെല്ലാം അടർന്ന യേശു ക്രിസ്തുവിനെ അവൻ പിലാത്തോസ് വീണ്ടും അവൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. ജനത്തിൻ്റെ യഹൂദന്മാരുടെ മുമ്പിൽ കൊണ്ടു നിർത്തുകയാണ്. അപ്പോൾ പിലാത്തോസ് വിചാരിച്ചു, ഇവർക്ക് ഇപ്പോൾ ഒരു അനുകമ്പ തോന്നും, ഇവർക്കൊരു വിഷമം തോന്നും, ഒരു സഹതാപം തോന്നും എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടു നിർത്തുകയാണ്. എന്നിട്ട് അവൻ്റെ കരണത്തടിച്ചു. യേശു കർത്താവിൻ്റെ കരണത്തടിച്ചു. ഒരു കുറ്റവും ചെയ്യാത്തവനാണെന്ന് പിലാത്തോസ് തന്നെ പ്രഖ്യാപിച്ചതിന് ശേഷം അവനെ ചാട്ട കൊണ്ടടിച്ചു, അവൻ്റെ കരണത്തടിച്ചു, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. ഒടുവിൽ അവനെ കൊണ്ടുപോയി നിർത്തുകയാണ്. എന്നിട്ട് പിലാത്തോസ് പിന്നെയും പുറത്തു വന്നിട്ട് പറയാണ്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. കുറ്റം കാണാത്തവന് എന്ത് ചെയ്യണം? കോടതി വിട്ടേക്കണം. അതാണ് വ്യവസ്ഥ. ഒരുത്തനിൽ കുറ്റമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇത് കള്ളസാക്ഷികൾ പോലും വന്നിട്ടൊത്തില്ല, കുറ്റമില്ല എന്നൊരുത്തനെ കണ്ടു കഴിഞ്ഞാൽ കോടതി അവനെ നിരുപാധികം വിട്ടയക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. എന്നാൽ യേശു കർത്താവിൻ്റെ കാര്യത്തിൽ അവിടെ ന്യായം കിട്ടാതെ പോയി. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവിടെ പിലാത്തോസ് അവനെ കൊണ്ടുവന്നിട്ട് പുറത്തു വന്നിട്ട് പറയാണ്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവന് നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പിലാത്തോസ് അവനുടെ, ആ മനുഷ്യൻ ഇതാ, കുറച്ചു മുമ്പ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച, നിങ്ങൾ കുറച്ച് മുൻപ് കണ്ട ആ മനുഷ്യനാണ് ഇത്. ഇപ്പോൾ അവനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുകയില്ല. അറക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതെ നിന്നു. ആ അടികൾ മുഴുവൻ അവൻ ഏറ്റു അവൻ്റെ ശരീരത്തിൽ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപമില്ലാത്ത യേശു കർത്താവ് നമ്മുടെ അടികൾ അവൻ്റെ ശരീരത്തിൽ ഏറ്റു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരേണ്ടതിന് യേശു കർത്താവ് അടികൾ മുഴുവൻ ഏറ്റു. അപ്പോൾ ആ മനുഷ്യന് ഇത് തന്നെയാണ് എന്ന് പറയുമ്പോൾ മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്കുക, ക്രൂശിക്കുക എന്ന് ആർത്ത് വിളിച്ചു. പിലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിക്കുവിൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ ഗവർണറായിരുന്ന പിലാത്തോസ്, ഒരു നല്ല നീതിന്യായാധിപതിയായിരിക്കേണ്ട ഒരു വ്യക്തി, അവൻ എന്ത് ചെയ്തു? ന്യായം മറിച്ച് കളഞ്ഞു. അവൻ പറയാണ്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, നിങ്ങളുടെ രാജാവിനെ നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിക്കണമെന്ന് പറഞ്ഞ് അവൻ കൈകൾ കഴുകി അവനെ ക്രൂശിക്കാനായിട്ട് യഹൂദന്മാർക്ക് വിട്ടുകൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുന്നമേ കടന്നുപോയി. അവൻ ഈ കഷ്ടങ്ങളും ന്യായം കിട്ടാതെ എല്ലാം അവന് പോയി. എന്നാൽ നമുക്കും ഈ ഭൂമിയിൽ ന്യായം കിട്ടാതെ വന്നേക്കാം. എന്നാൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദിവസം അവൻ എല്ലാത്തിനും ന്യായവിധി നടത്തും. അവൻ ന്യായം വിധിക്കുന്ന ദിവസത്തിൽ ആർക്ക് നിൽക്കാനായിട്ട് സാധിക്കും? ഇന്ന് ന്യായം മറിച്ചു കളയുന്നവരൊക്കെ അവൻ്റെ മുമ്പിൽ കൈ കെട്ടി നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള തീ പൊയ്കയിലേക്ക് അവരെ തള്ളിയിടും. അവർക്ക് ന്യായവിധി നടത്തുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് അന്യായം ചെയ്ത് സാധുക്കൾക്ക്, വിധവമാർക്ക്, അനാഥർക്ക് ന്യായം നടത്തിക്കിട്ടായിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ന്യായാധിപതിയായ ഒരു ദൈവമുണ്ടെന്ന് ഇന്നത്തെ ഭരണകർത്താക്കളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അവരൊന്ന് ഓർത്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നമുക്ക് മുന്നമേ കടന്നുപോയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപപരിഹാരത്തിന് വേണ്ടി നമുക്ക് വേണ്ടി അടികളേറ്റ്, തുപ്പലുകളേറ്റ്, നിന്ദകളേറ്റ് അവൻ നമുക്ക് പകരമായിട്ട് മരിച്ചു. അവൻ മരിക്കുക മാത്രമല്ല, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് അവൻ ഇന്നും വാഴുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ആശ്വസിക്കാം. ഒരു നല്ല ന്യായാധിപതി ഉണ്ട്. അവൻ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. നമുക്ക് നീതി നടപ്പാക്കി തരുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നമ്മുടെ നീതി നഷ്ടപ്പെട്ടു പോയേക്കാം, നമ്മുടെ ന്യായം നടപ്പിലാകാതെ വന്നേക്കാം. എന്നാൽ അവൻ ന്യായവിധി നടത്തുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ന്യായം കിട്ടാതെ പോകുമ്പോൾ, ഈ ഭൂമിയിൽ ഞങ്ങൾ കഷ്ടമനുഭവിക്കേണ്ടതായിട്ട് വരുമ്പോൾ, ഞങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകളും അവകാശങ്ങളും ലഭിക്കാതെ മറ്റുള്ള കർത്താവെ വലിയ ആളുകൾ അത് പിടിച്ച് കവർന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവെ നീ ഞങ്ങൾക്ക് ന്യായം നടപ്പാക്കി തരുന്ന
ഒരു ദിവസമുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. സകലവും ന്യായമായി വിധിക്കുന്ന ഒരുവൻ്റെ കയ്യിൽ കാര്യങ്ങളെ ഭരമേൽപ്പിക്കുവാനായിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവെ. ഞങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന് അത് ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവരുടെ ഹൃദയങ്ങളെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തിരിക്കണമെന്ന് അടികൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാധുക്കളുടെ അവകാശങ്ങൾ പിടുങ്ങി വെച്ച് മുതലാളിമാരായിരിക്കുന്ന, വഞ്ചകന്മാരായിരിക്കുന്ന, ചതിയന്മാരായിരിക്കുന്ന ആളുകൾക്കൊരു ന്യായവിധി ഉണ്ടെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. സമ്മാനം വാങ്ങരുത്, നീ മുഖപക്ഷം കാണിക്കരുത് എന്നെല്ലാം പറഞ്ഞാലും ദൈവമേ, ന്യായം മറിച്ച് കളയുന്ന ഈ ലോകത്ത് നിഷ്കളങ്കരായിട്ട്, സത്യസന്ധരായിട്ട്, വിശുദ്ധന്മാരായിട്ട്, വിശ്വസ്തന്മാരായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വാക്കുകൊണ്ടോ ഞങ്ങളുടെ ചിന്ത കൊണ്ടോ ഞങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ മറ്റുള്ളവർക്ക് ദോഷം വരാതെ കർത്താവ് ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് അടിയങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നടന്നു പോയതുപോലെ പോകുവാൻ, അങ്ങ് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ഞങ്ങൾ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, മഹത്വം എഴുതാട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവമിച്ച രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.